എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ കാര്യപരിപാടിയിലേക്കൊക്കെ പ്രവേശിച്ചിരിക്കുമായിരിക്കുമല്ലോ. ഒരു ഞായറാഴ്ച മൂടിലായതുകൊണ്ട് ഇന്ന് എല്ലാവരും ഉണരാനൊക്കെ വൈകി കാണുമല്ലേ. പക്ഷേ വീട്ടമ്മമാർക്ക് അത്ര കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. എങ്കിലും അവരും കുറച്ചൊന്ന് റിലാക്സ് ചെയ്യും. ഈ ചൂട് എങ്ങനെ ഉറക്കം വരാനല്ലേ, എന്തോ ഒരു ചൂടാണ്. അപ്പം ഇന്ന് ഞാൻ പാചകത്തെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. പാചകം രാവിലെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഫുഡ് രാവിലെ വരുത്തുവാനും സൊമാറ്റോ വഴിയോ സ്വിഗ്ഗി വഴിയോ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് വരുത്തും. ഇന്ന് ഞാൻ വിചാരിച്ചു ഒക്കെ ഞാൻ ഓക്കെ ആയി. അപ്പോൾ എനിക്ക് കയറി ചെയ്യാമല്ലോ. പാചകമാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഷ. രജനി 11 കഴിയുമല്ലോ വരാൻ. അപ്പം പ്രഭാത ഭക്ഷണം നമ്മൾ കണ്ടെത്തണം. രാവിലെ ഞാൻ ഇന്നലെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇന്നലെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് കുതിരും. ഈ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ ഉള്ള പ്രത്യേകത നിങ്ങൾക്കറിയാം. ഏത് ധാന്യങ്ങളും വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ കടലയായാലും മറ്റു ധാന്യങ്ങൾ മില്ലറ്റൊക്കെ ആയാലും ഒക്കെ തന്നെ അത് പിന്നെ അതിൻ്റെ ഗ്യാസിൻ്റെ ശല്യം ഒന്ന് കുറഞ്ഞു കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ എളുപ്പം വെന്ത് കിട്ടും. അപ്പോൾ പയർ ഒരു 2 കൈ പയർ, എൻ്റെ കൈക്ക് 2 കൈ പയർ മതി ഞങ്ങൾക്ക്. അത് രാവിലത്തേക്ക് നല്ലോണം കുതിർന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നുപോയി. പാതിരാത്രിക്ക് ഓർമ്മ വന്നപ്പം പോയി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തില്ലെങ്കിലും നമുക്ക് ചെറുപയർ, കടല പോലെ ചെറുപയർ അടുപ്പത്തിട്ടാകുമ്പോൾ എന്തോളും. അങ്ങനെ അത് രാവിലെ എന്ത് ചെയ്തു, കട്ടൻ കാപ്പിയുടെ ആൾ കാരണൊരു മാഷ വിജയേട്ടനാണ് കട്ടൻ കാപ്പി ഇടുന്നത്. മാഷ് രാവിലെ 5 മണിക്ക് എന്നും എഴുന്നേൽക്കും. എന്നെപ്പോലെ മടിച്ചല്ല. ഇത് രാവിലെ മാഷ് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് അവിടെ കൊണ്ട് എൻ്റെ ജനലിൻ്റെ വയ്ക്കും. പക്ഷെ ഞാൻ പിന്നെയും കിടന്നുറങ്ങി. അത് തണുത്തിട്ടുണ്ടാവും, കുടിക്കില്ല. പിന്നെ തണുത്ത് വന്ന് നോക്കുമ്പോൾ കുടിച്ചില്ല എന്ന് കാണുമ്പോൾ ദേഷ്യപ്പെട്ടു. നീ ഇതുവരെ ഇത് കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പോകുമ്പോൾ പിന്നെ ഞാനിട്ടൊന്ന് കുടിക്കും. ചൂടാക്കാനൊന്നും നിൽക്കില്ല ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ചായ അങ്ങനെയുള്ള കാര്യപരിപാടികളൊക്കെ എൻ്റെയാണ്, ഞാനാണ്. ചിലപ്പോൾ മാഷൊക്കെ ചെയ്യും കേട്ടോ ചായ. അതോടുകൂടി പുള്ളിയുടെ കുക്കിംഗ് സെക്ഷൻ കഴിഞ്ഞു. ചായ ഇടാനും കാപ്പി ഇടാനും ഇഷ്ടമാണ്. വേറെ ഒന്നും അറിയേയില്ല, ചെയ്യേല. നമ്മളുണ്ടല്ലോ, പിന്നെ എന്തിനാ അവരെ കുറിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ പയർ പെട്ടെന്ന് വെന്ത് കിട്ടി. കാര്യം എന്നാണെന്നറിയാമോ, പയറും പുട്ടും ഒപ്പം വെന്ത് കിട്ടി. എനിക്ക് ഓട്സ് പുട്ടായിരുന്നു, റോൾഡ് ഓട്സിൻ്റെ പുട്ട്. മാഷുക്ക് അരിപ്പുട്ട്. രണ്ടും നനച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ചിരട്ടയ്ക്കകത്തേക്ക് നാളികേരം ഇട്ടിട്ട് കുക്കറിൽ വെള്ളം വെച്ച് ചെറുപയറും ആ 2 പിടി ചെറുപയറിന് 1 സവാള, 2-3 കഷ്ണം വെള്ളുള്ളി, പിന്നെ ഒരു 3 പച്ചമുളകും, അല്പം മഞ്ഞൾപ്പൊടി, 1 കറി കറിവേപ്പില, വെള്ളുള്ളി ഞാൻ പറഞ്ഞത് ചതച്ചിട്ടത്. ഇതെല്ലാം കൂടെ 1 തക്കാളിയും കൂടെ അതിലേക്ക് അരിഞ്ഞിട്ടിട്ട് പാകത്തിലും കൂടുതൽ വെള്ളം ഒഴിക്കണം. കാരണം പുട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് വേവിക്കുന്നത്. ഇത് കുക്കറിൽ അടുപ്പത്ത് വെച്ചു. സ്റ്റീം വന്നപ്പോൾ പുട്ട് ചിരട്ടയിൽ മാവ് നിറച്ചിട്ട് അതിൻ്റെ വേവിച്ചിടുന്ന നോബിലേക്ക് വെച്ചു. 2 കുറ്റി പുട്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പയർ ഏകദേശം വേകാനായി. അത് തുറന്നിട്ട് അതിലേക്ക് വെള്ളം കുറവാണെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തെ കുറച്ചും കൂടെ നമ്മുടെ ആവശ്യാനുസരണം ഗ്രേവിക്ക് അനുസരിച്ച് ഒഴിക്കണം. അങ്ങനെ ഒഴിച്ചിട്ട് അടച്ച് വെയിറ്റ് വെച്ച് ഒരു 2 സ്റ്റീം വന്നാൽ മതി. അത് കഴിഞ്ഞത് എടുത്ത് സ്റ്റീം പോയിട്ട് തുറന്ന് നല്ലോണം ഉടച്ച് ഒരല്പം കറിവേപ്പിലയും കൊടുത്ത് 1 തുള്ളി പച്ചവെളിച്ചെണ്ണയും കുഴിച്ചാൽ എന്ത് ടേസ്റ്റാണെന്നറിയാം. എളുപ്പമാണ്. അപ്പോൾ പുട്ടും ശരിയായി, പയറും ശരിയായി, 2 റെഡിയായി. അപ്പോൾ ആ കാര്യം അല്ല ഇന്ന് ഞാൻ പറയുന്നത്.
പ്രഭാത ഭക്ഷണം കഴിച്ചു. ഇനി രജനി വരുന്നിടം വരെ എന്തെങ്കിലുമൊക്കെ കൂടെ ചെറുതായിട്ട് ചെയ്യും. പക്ഷെ ഒരുപാട് നേരം നിൽക്കുന്നില്ല. കാലിൽ നീര് വരുന്നു. കാലിൽ നീരെല്ലാം പോയി. എൻ്റെ ശരീരത്തിലെ എല്ലാ വയ്യാടികളും പോയി, നീരെല്ലാം പോയി. അത് പറയാൻ പേടിയാണ് എനിക്ക്. പറഞ്ഞാൽ പിന്നെ പെട്ടു ഞാൻ. അങ്ങനെ ഇവിടെ ഇപ്പം ഒരു കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കാം. അവൾ വന്നാൽ പിന്നെ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാഷ് അങ്ങനെ ഒരുപാട് വർത്തമാനം പറയുന്ന ആളില്ല. എന്നാൽ നല്ല വാചാലനാണ്. സ്റ്റേജിലൊക്കെ കയറിയാൽ ഭയങ്കര നല്ലൊരു വാഗ്മിയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ യൂണിവേഴ്സൽ ആർട്സിൻ്റെ ഫസ്റ്റ് പ്രൈസ് മാഷക്കാണ് കിട്ടിയത്. പിന്നെ നന്നായിട്ട് പ്രസംഗിക്കുന്ന നല്ലൊരു വാഗ്മിയാണ്. അതൊക്കെ വെച്ചപ്പോൾ ഞാൻ ആ വെട്ടത്തൊന്നും വരില്ല കേട്ടോ. പിന്നെ വേറൊന്ന് 1900 ഞാൻ ഇതുവരെ മാഷയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരുപാട് സംസാരിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. 1970 PSC പരീക്ഷയിൽ അധ്യാപകർക്കുള്ള PSC ഹൈസ്കൂൾ അധ്യാപകരുടെ PSC പരീക്ഷയിൽ ഫസ്റ്റ് റാങ്കായിരുന്നു വിജയചന്ദ്ര കാർണറോ. ഫസ്റ്റ് റാങ്ക് PSC എക്സാമിനേഷന് ഫസ്റ്റ് റാങ്കായിരുന്നു 1970. അങ്ങനെ ശൂരനായിട്ടായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്. ഞാൻ പിന്നെ ആ പരീക്ഷണത്തിൽ PSC പരീക്ഷണത്തിനൊന്നും നിന്നില്ല. കാരണം എൻ്റെ മൂളയിലധികം ഇല്ലെന്ന് എനിക്കറിയാം. അത്ര വലിയ ബുദ്ധിശാലിയൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ PSC പരീക്ഷയൊന്നും ഇടാൻ മെനക്കെട്ടില്ല. റിസൾട്ട് അറിഞ്ഞ ഉടനെ തന്നെ കൊത്തിയെടുത്തുകൊണ്ട് പോകുന്ന പോലെ പാലക്കാട്ടേക്ക് എന്നെ ഹൈസ്കൂളിലേക്ക് ഭഗവാൻ എത്തിച്ചു. ഹേമാംബിക ദേവി എത്തിച്ചു. അന്നോളം ഇന്നോളം ഇങ്ങനെ ചെറിയ ചെറിയ അനാരോഗ്യങ്ങളുണ്ടെങ്കിലും ഭഗവാന്റെ മുമ്പിലൊന്നും അനാരോഗ്യമായിട്ട് നമ്മൾ കരുതാനേ പാടില്ല അല്ലേ. എത്ര വലിയ അസുഖങ്ങളുമായിട്ട് ആളുകൾ കഷ്ടപ്പെടുന്നു. അപ്പം ഇതൊന്നും ഒരു അസുഖമേ അല്ല. അങ്ങനെ മാഷ് ശൂരനാട്ട്, കൊല്ലം ജില്ലയിൽ ശൂരനാട്. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം. അതുവരെ മാഷ് എംപ്ലോയ്മെൻറ്റിൽ നിന്നൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീടാണ് PSC എഴുതി കിട്ടിയത്. ഞാൻ അങ്ങനെയുള്ള ഒരു ട്രയലും നടത്തിയില്ല. പഠിച്ച് ഇറങ്ങിയതും കോഴിക്കോട് നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പം തന്നെ റിസൾട്ട് അറിഞ്ഞത് ഹേമാംബി സ്കൂളിൽ വന്നിട്ടാണ്. അത് ഒരു കഥ. ഞാൻ പറയാൻ വന്നത് ഇതൊന്നും അല്ല കേട്ടോ. 2 ദിവസം മുമ്പേ ഒരു 3 സ്റ്റുഡൻസ് എൻ്റെ വന്നിരുന്നു. എൻ്റെ കുട്ടികൾ. എന്ത് സന്തോഷമായി എനിക്കെന്നറിയാമോ. എൻ്റെ മക്കളും വന്നുപോയി, ഈ കുട്ടികളും വന്നു പോയതിന് ശേഷമാണ് എൻ്റെ വയ്യാഴികളൊക്കെ മാറിയത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഈ ഒറ്റപ്പെടലായിരുന്നു എൻ്റെ വയ്യാഴിയുടെ മെയിൻ കാരണം. അസുഖമുണ്ട്, സോഡിയമൊക്കെ കുറയുന്നതും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം 90% ആളുകൾക്കും ഉണ്ടല്ലേ. അല്ലാതെ മറ്റ് പിന്നെ ദുബായി പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഒരു ന്യൂമോണിയ പിടിപെട്ടു. അതെല്ലാം മാറി. ഇപ്പം ഞാൻ വളരെ ഊർജ്ജസ്വലയാകാൻ തുടങ്ങി. ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഇനി വീഡിയോയൊന്നും എടുക്കുന്നില്ല, എന്തിനാണ്, കുറച്ചൊരാഗ്രഹത്തിന് ചെയ്തു മതി. അപ്പോൾ എനിക്ക് പിന്നീട് തോന്നി, കുറച്ച് ദിവസം ഞാൻ ചെയ്യാതിരുന്നപ്പോൾ എനിക്കാകെ ഒരു വീർപ്പുമുട്ടൽ ചെയ്യണം. നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇങ്ങനെ സംവദിക്കണം, സംസാരിക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കരമായ എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടാമല്ലോ. അപ്പോൾ നമുക്ക് അതൊരു സന്തോഷവും. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. എനിക്ക് സർവീസിലിരുന്നപ്പോൾ ഒരു ഫ്രണ്ട്സിനെ ഇപ്പോഴും കിട്ടാൻ തുടങ്ങി. സർവീസിലിരുന്നപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആക്റ്റീവായിട്ട് ഓടി നടന്ന ഒരാളാണ്. അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ ഗവൺമെൻറ്റിൽ നിന്ന് അലോട്ട് ചെയ്തിരുന്നു എൻ്റെ ജോലി കൂടാതെ. പിന്നെ NSSൻ്റെ ഒരുപാട് വർക്ക് ഞാൻ ചെയ്തിരുന്നു. NSSൻ്റെ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അതൊന്നും അറിയില്ലായിരിക്കും. പക്ഷെങ്കിൽ ഞങ്ങൾക്കൊരു വനിതാ വിങ് ഇല്ലാതിരുന്നു വർഷങ്ങളായിട്ട്. എൻ്റെ ഒറ്റ പരിശ്രമത്തിൽ ഒരു 20 ലേഡീസിനെ സംഘടിപ്പിച്ച് ഈ സരയൂ വീട്ടിൽ വെച്ചിട്ടാണ് ആദ്യത്തെ യൂണിറ്റ് മീറ്റിംഗ് നടന്നത്. അന്ന് കെട്ടിടമില്ല, പിന്നീടാണ് കെട്ടിടമൊക്കെ ഉണ്ടായതുമൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞാനും പല പല കാര്യങ്ങൾ പലരെ ഏൽപ്പിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറി. പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് ചെറിയ മകൻ അവിടെ ജോലി കിട്ടിയപ്പം അങ്ങോട്ട് പോകേണ്ടി വന്നു. അവിടെ വീട് വാടകയ്ക്കൊക്കെ എടുത്ത് താമസിച്ചു. അടുത്ത് തന്നെ എൻ്റെ മൂത്ത മകൻ സ്വന്തം വീട് ഉണ്ട്.
ഇടയ്ക്ക് അങ്ങോട്ട് പോകും. പക്ഷേ അവർ കുടുംബമായിട്ടിരിക്കുമ്പം മോനെ വാടകയ്ക്ക് വീടെടുത്തു ഞങ്ങൾ. കാരണം പിള്ളേർക്ക് മറ്റവർക്ക് അവർ ബുദ്ധിമുട്ട് വേണ്ട. എന്നാൽ മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും ഇവിടെ മോൻ്റെ അടുത്ത് മൂത്തവൻ്റെ അടുത്ത്. അങ്ങനെ അതൊരു കഥ. അതുകൊണ്ട് NSSൻ്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങളും നിലച്ചു. പിന്നെ ഇപ്പോഴൊന്നും ഒന്നിനും എന്നെ ആരും വിളിക്കുന്നില്ല. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്, അല്ല എനിക്ക് പ്രായമായതുകൊണ്ടായിരിക്കും. മാഷും സജീവമായിട്ട് NSSൽ ഒരു 80 കാലഘട്ടങ്ങളിൽ 80, 85, 90 ഞങ്ങൾ രണ്ടുപേരും NSSലെ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. പിന്നെ നമുക്കും കുട്ടികളെ പഠിപ്പിക്കാൻ പ്രാരാബ്ദം അങ്ങനെയൊക്കെ പലതുമില്ലേ നമുക്കും. എൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്കറിയാം, പറഞ്ഞു വന്നപ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാനിന്ന് മറക്കും. അങ്ങനെ പറയാൻ വന്ന എന്നാന്നറിയോ, നമ്മുടെ 3 കുട്ടികൾ മിനിഞ്ഞാന്ന് വന്നിരുന്നല്ലോ, ഞാനത് നിങ്ങളെ അവരെ പരിചയപ്പെടുത്തിയില്ലേ. അത് കഴിഞ്ഞിട്ട് മിനിഞ്ഞാന്നല്ല, 4-ാം നാളല്ല, അവർ വന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടേക്ക് ഒരു 3 പേര് വന്നു. 3 പേരെന്ന് പറഞ്ഞാൽ വലിയ വിശേഷപ്പെട്ട കാറ് വന്ന് ഫ്രണ്ടിൽ നിന്നു. ഞാൻ എൻ്റെ മക്കൾ പോയതിൻ്റെ പിറ്റേ ദിവസം, പിള്ളേർ വന്നു മടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ മാഷെന്ത് മോളിലിരുന്ന് ആരോടെ സംസാരിക്കുകയാണ്. ഞാൻ മെല്ലെ നോക്കി. അപ്പം മാഷ് മുകളിലിരുന്ന് മാഷൊക്കെ വിളിയുണ്ട്, എന്നെ. ഞാൻ പറയും പണ്ട് പെണ്ണുങ്ങൾ ആണുങ്ങളെ എങ്ങനെ വിളിച്ചിരുന്നത്, നോക്കൂന്നേന്നൊക്കെ. മാഷ് വിളിച്ചു. അതാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും ഇങ്ങനെ പോയി നോക്കിയപ്പം ഒരു 3 പേര് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള, വണ്ടി തന്നെ കാണുമ്പോൾ അറിയാം അവരുടെ ഒരു സ്റ്റാറ്റസ്, അവരുടെ പ്രൊഫൈലും അവരെ കണ്ടാൽ അറിയാം. ഒരു 2 ലേഡീസും ഒരു പുരുഷനും, അച്ഛനും അമ്മയും മകളും വന്ന് കണ്ടാൽ അറിയാം. വന്നു, ഇങ്ങനെ കാണിച്ചു. ഞാനും നമസ്കാരം പറഞ്ഞു. എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. എന്നാലും അത് ഏത് ദൂരെയാണ്, അമേരിക്കയിൽ നിന്നു ചുമ്മാ തമാശ പറഞ്ഞു. അവരും തിരിച്ചു കോഴിക്കോട് നിന്ന് വരുന്നതെന്ന് പറഞ്ഞു. വരൂ, കോഴിക്കോട് നിന്ന് എന്നെ അന്വേഷിച്ച് വരണമെങ്കിൽ ഒന്നും നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കണം, എനിക്ക് ഓർമ്മയില്ലാത്തവർ, അല്ലെങ്കിൽ ആരെങ്കിലും ഏതായാലും അറിയുന്നവരായിരിക്കുമല്ലോ ഇവർ. കയറിയിരുന്നു. അപ്പോഴത്തേക്ക് മാഷ് മോളിൽ നിന്ന് വന്നു. ഞങ്ങൾ എൻ്റെ ഇത് ക്ലാരിറ്റി കുറഞ്ഞു. എൻ്റെ കുട്ടികളെ നോക്കട്ടെ, അതോ വെട്ടം കാണുന്നില്ലേ? ഞാനിത് ഇങ്ങോട്ടൊന്ന് തിരിച്ചു വെച്ച് നോക്കട്ടെ. ഇങ്ങനെ വെച്ചാലോ? അതാണോ കുറച്ചും കൂടി നല്ലത്? നിങ്ങൾക്ക് തോന്നുന്നു ഏതാണ് വെളിച്ചം മുഖത്തിന് കിട്ടുന്നത്? അപ്പം അങ്ങനെ ഇങ്ങനെ വെച്ചാലോ? അങ്ങനെ അവർ വന്നു. ഞാൻ കുടിക്കാൻ എന്താ എടുക്കേണ്ടതെന്ന് ചോദിച്ചു. കുടിക്കാനൊക്കെ നല്ല മതി, ഇരിക്കുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇരിക്കൂ ടീച്ചറേ എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു സമാധാനമായി. ശിഷ്യഗണങ്ങൾ ആരെങ്കിലും ആയിരിക്കട്ടെ, എന്നെ എന്തായാലും ഞാൻ ടീച്ചറാണെന്ന് അറിയുന്നവരാണല്ലോ. ഇരുന്നു. രജനി എത്തിയിട്ടില്ല. ഒരു 11:15 മണിയായി കാണും, അവൾ വരാനായി. സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ആരും സഹായത്തിനില്ല. ടീച്ചറെ ചോദിച്ചു, മക്കളൊക്കെ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിച്ചു. എന്നിട്ട് ഞാൻ പേര് പറയുന്നില്ല, അയാം ഇന്നാരെന്ന് പറഞ്ഞു. ആ ആള്. ടീച്ചർക്ക് എന്നെ ഓർമ്മയുണ്ടോ? ശബരിയാശ്രമത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇന്നാര് താമസിച്ചുകൊണ്ട്, ശബരിയാശ്രമത്തിൽ താമസിച്ചുകൊണ്ട് ഹേമാംബി സ്കൂളിൽ പഠിക്കാൻ വന്ന ടീച്ചർ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് ഈ പൊസിഷനിൽ എത്താനുള്ള കാരണക്കാരിൽ ഒന്നാമത്തെ ആൾ എൻ്റെ ടീച്ചറാണ്.
എൻ്റെ അമ്മയാണ് ഭാര്യയും മകളെയും പരിചയപ്പെടുത്തി കൊടുക്കുക. ടീച്ചർ മാത്രമല്ല, എനിക്ക് അമ്മയും കൂടെ ആയിരുന്നു വന്നു. ടീച്ചറുടെ 3 മക്കളും വന്ന് അവിടെ പഠിച്ചതെന്നും പുള്ളി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ പേര് പറഞ്ഞു ഇനിയും പുള്ളിക്കൊരു ഇതായാലും കുട്ടികൾക്കൊക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവരോടൊക്കെ ഇതൊക്കെ പറയണോ? അന്നേരം പറഞ്ഞില്ല ടീച്ചർ, ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ വളരെ സന്തോഷത്തോടെ ഇങ്ങോട്ട് വരാൻ ഇത്രയും ദൂരം പുറപ്പെട്ടത്. ടീച്ചറെ വന്ന് കാണുമെന്ന് ഒരുപാട് നാളിൽ ഇവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തിട്ട് 2 വർഷമായി ടീച്ചർ റിട്ടയർ ചെയ്തിട്ടു. അപ്പോൾ പുള്ളിക്കൊരു 57 വയസ്സുണ്ടല്ലോ അല്ലേ. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്ക് രജനി വന്നു. അവൾ ചായയൊക്കെ എടുത്തോട്ട് വന്നു. തണുത്ത വെള്ളം ആദ്യം കൊണ്ട് കൊടുത്തു. കാർന്നോര് മാഷ് വന്ന് പരിചയപ്പെട്ടു. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യത്തിൽ എൻ്റെ മെമ്മറിയിലേക്ക്, എൻ്റെ തലയിലേക്ക്, എൻ്റെ ഓർമ്മയിലേക്ക് ഒരുപാട് വർഷം പിന്നിലേക്ക് പോയി. ഞാൻ ഒരു എത്ര വർഷം എന്നാലും ഞാനിപ്പോൾ ചെറുപ്പമാണ്. ഞാനും അവർ കുട്ടികളായിരിക്കുമ്പോൾ ഞാനും ചെറുപ്പം തന്നെയാണല്ലോ. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ്റെ കുട്ടിയുടെ കല്യാണം വിളിക്കാൻ വന്നിരിക്കുകയാണ്. ഒറ്റ മകളേ ഉള്ളൂ. ആ കുട്ടി സിവിൽ സർവീസ് പരീക്ഷൻ്റെ പ്രിലിമിനറി ആയിട്ട് കുട്ടി, ബാക്കി പഠിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ പറയാൻ എന്നെ ക്ഷണിക്കാനും വന്നിരിക്കുകയാണ്. എനിക്കിത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവനൊരു ഏകദേശ ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ ചാനൽ എന്നെ യൂട്യൂബിൽ കൂടി കണ്ടിരിക്കുന്നു. എൻ്റെ ചാനലിൽ കൂടെ എന്നെ അവൻ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യും. കുട്ടികൾക്ക് നമ്മളെ അറിയും, നമുക്ക് കുട്ടികളെ തിരിച്ചറിയില്ല. അപ്പം ഞാൻ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ആ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യും. എന്നാലും ഇത്രയും ദൂരം ടീച്ചർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. കാറിനകത്തേക്ക് വീണ്ടും പോയിട്ട് ഒരു കവറും എടുത്തിട്ട് വന്നു. ഈ കവറ് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് എൻ്റെ കാലിലേക്ക് അങ്ങ് കുനിയെ നമസ്കരിച്ചു. ഒരു 2 മിനിറ്റ് ആ കുട്ടിയല്ല, റിട്ടയർ ചെയ്ത ആളാണ്, എൻ്റെ കാലിൽ തന്നെ കിടന്നു. അതിനുശേഷം മകളും അമ്മയും വന്ന് എൻ്റെ കാലിൽ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശിഷ്യ സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത്. പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരുപാട് ഉപകാരങ്ങൾ അവന് ചെയ്തിരുന്നു. ഈ ശബരിയാശ്രമം എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ അകത്തേത്ര NSS എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് നമ്മുടെ മഹാത്മജി സ്ഥാപിച്ച ഒരു ആശ്രമമാണ്. നിർധനരായിട്ടുള്ള ട്രൈബൽസിന് വേണ്ടി സ്ഥാപിച്ചതാണ്. നിർധനരായിട്ടുള്ള ട്രൈബൽസിന് താമസിച്ച് ഹേമാംബി സ്കൂളിൽ വന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യമാണ്. അപ്പോൾ അങ്ങനെ കോഴിക്കോട് നമ്മളിവിടെ വന്ന് ഈ ഹോസ്റ്റലിൽ താമസിച്ചതാണ്. അതിനിടെ അവൻ്റെ അമ്മ മരിച്ചു. അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അമ്മ ഒരു വീട്ടിൽ ജോലി ചെയ്യുമായിരുന്നു. അമ്മ മരിച്ചു, പെട്ടെന്ന് പാമ്പ് കടിച്ചിട്ടാണ് മരിച്ചത് അമ്മ. ഇത് കുറേ ദിവസം ഈ കുട്ടി സ്കൂളിൽ വരാതിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പം കുറച്ച് ഉഴപ്പത്തരമാണെന്നാണ് ടീച്ചേഴ്സിൻ്റെ വിചാരം. ഇവനോടൊരു ദേഷ്യമാണ് എല്ലാ ടീച്ചേഴ്സിനും. അപ്പോൾ പണ്ട് കുറേ ടീച്ചർമാർക്ക് ഈ സൗന്ദര്യം നോട്ടമൊക്കെ അങ്ങനെ കുറച്ച് കുട്ടികളോട് കുറച്ച് പേർക്ക് ഒരു തിരിപ്പുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ അങ്ങനത്തെ കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ കറുപ്പ് വെളുപ്പൊക്കെ അന്നേ ഉണ്ടെന്നേ. ഇപ്പോൾ ഈ സത്യഭാമ എന്ന് പറഞ്ഞ ആ ലേഡി അത് വൃത്തികെട്ട ഭാഷയിൽ പറഞ്ഞു, വെട്ടി തുറന്ന് പറഞ്ഞു. പക്ഷെ പണ്ട് മുതലേ കുറച്ച് ആളുകളുടെ മനസ്സിൽ ഈ ദുർചിന്തകളും ഈ ദുഷ്ടവിചാരവും കയറി കിടപ്പുണ്ടായിരുന്നു. എൻ്റെ കുട്ടികൾ 3 നല്ല കറുപ്പാണ് കേട്ടോ. അവരുടെ അച്ഛനും കളർ കുറവാണ്. അതേപോലെ ഞാനും വലിയ കളറൊന്നുമുള്ള ആളല്ല. അപ്പോൾ എൻ്റെ മക്കൾക്കും കളർ കുറവാണ്. അപ്പോൾ എനിക്ക് ഈ കളറിനെ കുറിച്ച് വലിയ ചിന്തയുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ വീട്ടിൽ കറുപ്പും വെളുപ്പും എല്ലാം ഞങ്ങൾ സഹോദരങ്ങൾ. അപ്പോൾ ഈ കുട്ടി ഒരുപാട് ചില ടീച്ചേഴ്സിൽ നിന്ന് ഒരുപാട് പീഡനം എന്ന് പറയാനില്ല, ഒത്തിരി അവഗണന അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അവൻ പല ദിവസങ്ങളിലും സ്കൂളിൽ വരാതിരുന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണങ്ങൾ പിന്നീട് ഞാൻ അവനോട് ആരാഞ്ഞു. അവനോട് എനിക്ക് പ്രത്യേക മമത വന്നു. അവൻ്റെ സാഹചര്യങ്ങളിലൊക്കെ ഞാൻ അറിഞ്ഞു.
പിന്നെ ഈ അമ്മ മരിച്ച് പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞ് ഇവൻ വന്നത്. അപ്പോഴത്തേക്ക് ഒരുവിധം ഇവനെ ഒഴിവാക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചിരുന്ന ടീച്ചേഴ്സിന് അത് ഒരു സന്തോഷമായി. ആശ്രമത്തിൽ നിന്ന് അവനെ പിന്നെ അവർ വിടാൻ തീരുമാനിച്ചു. ഇത്രയും കണ്ടിന്യൂസ് ലീവ് വന്നുകൊണ്ട് ഒരു കുട്ടിയുടെ ചാൻസും അല്ലേ അവിടുത്തെ പോകുന്നത്. അപ്പോൾ ഞാൻ ആശ്രമത്തിൽ ചെന്ന് വാർഡനെ കണ്ടവനെ വീണ്ടും റീഅഡ്മിറ്റ് ചെയ്തു. സ്കൂളിൽ പിന്നെ ടീച്ചേഴ്സിനും HM ഒക്കെ സ്വാധീനിച്ച് വീണ്ടും അവനെ അവിടെ ചേർത്തു. ടീച്ചർ ഏറ്റവും ഇനി ഇവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. കാരണം എല്ലാ ടീച്ചേഴ്സിനോടും തറുതല പറയും ആൾ. പിന്നെ നല്ല ബുദ്ധിജീവി, നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. നമുക്ക് പഠിക്കുന്ന കുട്ടികളോട് ഒന്നാമത് ഒരു ഇഷ്ടമല്ലേ. ഇത് ചിലർക്ക് ഒരുപാട് പഠിക്കുന്ന എപ്പോഴും സംശയം ചോദിക്കുന്നവരോടും ദേഷ്യമാണ്. അപ്പോൾ സംശയങ്ങൾ എപ്പോഴും ചോദിക്കും. വേണേലും വേണ്ടായാലും സംശയം ചോദിക്കുകയായിരുന്നു ഞാനാണ് അവനോട് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ടീച്ചേഴ്സിൽ നിന്നും കുട്ടികൾക്കും ചിലർക്ക് ഇവനോടൊരു തിരിപ്പായിരുന്നു. അവരിൽ നിന്നൊക്കെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് ഞാനാണ്. എൻ്റെ മക്കളായിരുന്നു. എൻ്റെ മക്കളല്ല എൻ്റെ ആങ്ങളമാർ. അന്ന് കുട്ടികളൊക്കെ എനിക്ക് ഒരുവിധം പ്രായമായി വരും, കൊച്ചു പിള്ളേരാണ്. എൻ്റെ ആങ്ങളമാരായിരുന്നു അവൻ്റെ സമക്കാർ. എൻ്റെ വിജയൻ എൻ്റെ 3 മക്കളെയും കൊണ്ടുപോയി രക്ഷിച്ച നേരെ താഴെയുള്ള സഹോദരൻ, അവനൊക്കെയായിരുന്നു ഒപ്പം പഠിച്ചത്. അപ്പോൾ ഭയങ്കര ടീച്ചറുടെ സഹോദരന് കൂട്ട്. അപ്പോൾ ചില പിള്ളേർക്ക് അതുകൊണ്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ കൂട്ടുകൂടുക. അവസാനം അവൻ അവിടുന്ന് 10ാം ക്ലാസ്സിൽ ഡിസ്കണ്ടിന്യൂ 9ാം ക്ലാസ്സിൽ ചെയ്യേണ്ട കുട്ടി 9ാം ക്ലാസ് കവർ ചെയ്ത്. പിന്നെ എൻ്റെ ഒരു അഡീഷണൽ കെയർ ഉണ്ടെന്നുള്ളത് കൊണ്ട് അവൻ ഒരുപാട് കുടുംബം അവിടെ കാണിക്കുകയില്ലായിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ആശ്രമത്തിൽ ചെന്നിട്ട് ഞാൻ അവനെ വിളിച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ പെർമിഷനോട് 2-3 ദിവസമൊക്കെ ആ കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. താമസിച്ചിട്ടൊന്നുമില്ല, അവർക്ക് താമസിക്കാനുള്ള പെർമിഷൻ ഇല്ല നമ്മുടെ വീട്ടിലൊന്നും. വന്ന് രാവിലെ വന്ന് വൈകിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളെ അങ്ങനെയൊക്കെ ഞാൻ കാരണം ഒരു മാസം ഒരുപാട് പിള്ളേർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് ഒരു മാസത്തിൽ. ഞാൻ പറയും ദാനശീലത്തിൽ കർണൻ്റെ ചേട്ടനാണ്. എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യും അദ്ദേഹം കുട്ടികളോട്, പാവപ്പെട്ടവരോടൊക്കെ ഒരുപാട്. പണ്ട് PMG സ്കൂളിലെ ഷിഫ്റ്റായിരുന്നു. 8 മണിക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ പല കുട്ടികളും രാവിലെ ഭക്ഷണം കഴിക്കാതാണ് വരുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ മുമ്പിൽ ഹാരിസ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. മാഷ് കുറേ പിള്ളേർക്ക് അവിടെ അക്കൗണ്ട് കൊടുത്തിരിക്കുകയായിരുന്നു കഴിച്ചോളാൻ പറഞ്ഞു ആഹാരം കഴിക്കാൻ. പക്ഷേ അപ്പോൾ കഴിവില്ലാത്ത കുട്ടികളുടെ കൂടെ കഴിവുള്ളത് എല്ലാം കയറിച്ചൊന്നും കഴിക്കും. എന്നിട്ട് ഇവിടെ ശമ്പളം പകുതി കഴിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് തുച്ഛമായ ശമ്പളമല്ലേ. അതിൽ നിന്ന് കുറച്ച് കുറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ മുടങ്ങും. എന്നാലും വേണ്ടിയില്ല. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കും ഇപ്പോൾ കുട്ടികളൊക്കെ ഓരോ രാജ്യങ്ങളിൽ പോയി, ഓരോ സ്ഥലങ്ങളിൽ പോയി അത്യാവശ്യം ജീവിത സൗകര്യങ്ങളൊക്കെ ആയതും ഒക്കെ നമ്മൾ അന്ന് ചെയ്ത നന്മകളായിരിക്കും. അങ്ങനെ അപ്പോൾ അവന് 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി സ്കൂളിൽ നിന്ന്, അന്ന് ഡിസ്റ്റിങ്ഷനൊന്നും ഇല്ലാത്ത കാലമല്ലേ, ഹൈ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ അവൻ ജയിച്ചു പോയി. ഈ ഹൈ ഫസ്റ്റ് ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് സ്കൂളിൻ്റെ ഒരു സമ്മാനമുണ്ട്. ആലോചിച്ച് നോക്കൂ, ഈ കുട്ടിക്ക് അതവർ കൊടുത്തില്ല. 101 രൂപയോളം. 101 രൂപ വലുതാണ്. അത് എൻ്റെ ഹസ്ബൻഡ് PTA പ്രസിഡൻ്റായിട്ടിരുന്ന സമയത്ത് ഏർപ്പാടാക്കിയതുമാണ്. എൻ്റെ കുട്ടികൾക്കും ഇത് കൊടുക്കുകയില്ലായിരുന്നു. അതുപോലെ എൻ്റെ മക്കൾ 3 അവിടെ സ്കൂൾ ഫസ്റ്റ് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ. 12 വർഷം കൂടി ഒരു ഡിസ്റ്റിങ്ഷൻ എൻ്റെ മധു ചെറിയ പഠിക്കുന്ന കാലത്ത് എൻ്റെ മോനെ കിട്ടി. 12 വർഷമായിട്ട് അവിടെ സ്കൂളൊക്കെ തകർന്ന ഒരു കാലഘട്ടമാണ്. അന്നും എല്ലാവരും എന്നോട് പറഞ്ഞു, സരസ്വതി ടീച്ചറെ ഈ കുട്ടിയെ എവിടെ ഇട്ടിങ്ങനെ ഇതാക്കരുത്, അവനെ വേറെ എവിടെയും കൂടി വിടണമെന്ന്. ഞാൻ വിട്ടില്ല. എൻ്റെ സ്കൂളിൽ തന്നെ എൻ്റെ കുട്ടികൾ പഠിച്ചു. സാധാരണക്കാരുടെ കുട്ടികളുടെ കൂടെ സാധാരണക്കാരിയായ എൻ്റെ മക്കൾ, സാധാരണക്കാരായ എൻ്റെ മക്കളും പഠിച്ചു. ഒരു കുഴപ്പമില്ല. അപ്പോൾ ആദ്യകാലത്ത് നല്ല സ്കൂൾ, 4000 കുട്ടികളും 300-ൽ മേൽ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും കൂടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാലയമാണ് ഹേമാംബിക ഹൈസ്കൂൾ. പാലക്കാട് ജില്ലയിലെ ഏക സംസ്കൃത ഹൈസ്കൂളുമായിരുന്നു. സംസ്കൃതം മീഡിയമുണ്ട്, ഇംഗ്ലീഷ് മീഡിയമുണ്ട്, മലയാളം മീഡിയമുണ്ട്, തമിഴ് മീഡിയമുണ്ട്. കേരളത്തിലെ നമ്പർ 1 സ്കൂളായിരുന്നു. അത് പോയിട്ട് ഒരു 10-20 കൊല്ലം നന്നായിട്ട് സ്കൂളിൽ പോയി. ഗോവിന്ദനുണ്ണി മാഷ് എന്ന് പറയുന്ന ഹെഡ് മാസ്റ്ററെ കുറിച്ച് പലവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും
കാര്യശേഷിയും വളരെ വലുതായിരുന്നു. അത് പറ്റാത്ത ചില ആളുകൾ അങ്ങേരെ അവിടുന്ന് പറിച്ചെറിഞ്ഞു. അതോടെ അദ്ദേഹത്തിൻ്റെ ശാപമോ എന്തോ ആ സ്കൂൾ നശിക്കാൻ തുടങ്ങി. പിന്നീട് നോക്കുമ്പോൾ ഞാൻ 4000 കുട്ടികളുടെ സ്കൂളിൽ പഠിപ്പിച്ച് ഞാൻ 400 കുട്ടികൾ പോലും ഇല്ലാത്തപ്പോഴാണ് റിട്ടയർ ചെയ്ത് വന്നത്. ആ സമയത്താണ് എൻ്റെ മകൻ അവിടെ റിസൾട്ടേ ഇല്ലാതിരുന്ന കാലത്താണ് ചെറിയ മകൻ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായത്. അപ്പോൾ 12 കൊല്ലം കൂടിയിട്ടാണ് അവിടെ അന്ന് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നത്. അപ്പോഴും എൻ്റെ കുട്ടികൾ അവിടെ തന്നെ പഠിച്ചു എന്ന് ഞാൻ പറയുക. ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിനെതിരായിട്ടൊക്കെ ക്ലാസ് ചർച്ചകളും പ്രസംഗങ്ങളും നടത്തിയിട്ട് നമ്മുടെ കുട്ടികൾ കൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുമ്പം അത് ചോദ്യം ചെയ്യില്ലേ മറ്റുള്ളവർ. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്തിട്ട് അവരുടെ മക്കളെയൊക്കെ വലിയ വലിയ സ്കൂളിൽ വിട്ടു. ഇപ്പോഴും പിള്ളേർ പറയും ഞങ്ങളെ മാത്രം കൊണ്ട് ഇവിടെ വിട്ടു, മറ്റുള്ളവരൊക്കെ അവരുടെ കുട്ടികളെ നല്ല നല്ല സ്കൂളിൽ വിട്ടു. അതിൽ വേറൊരു തമാശ, ഇവിടെ മല്ലിക എന്ന് പറയുന്നൊരു കുട്ടി ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. മല്ലിക ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, ഇവിടെ തന്നെയുണ്ട്, പാലക്കാട് തന്നെ. അപ്പം മല്ലിക രാവിലെ അവിടെ മോനെ അന്ന് യൂണിഫോം ഷൂവും ചുക്കും ടൈയും ഒക്കെ ഇട്ടാണ് കോൺവെൻറ്റ് സെൻറ്റ് തോമസിലെ കുട്ടികളുടെ യൂണിഫോം. മല്ലിക മോനെ ഒരുക്കി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടാണ് ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് മധുവിൻ്റെ ഒപ്പം ചെറിയവൻ്റെ ഒപ്പം അവന് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ഇവിടെ സ്കൂളിൽ പോകും. അപ്പോൾ ഇവനുണ്ട് സാധാരണ ഒരു ഡ്രസ്സും നിക്കറും ഷർട്ടും ഇട്ട് പോകുമ്പോൾ മറ്റോരിങ്ങനെ സൂട്ടും കോട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ കുട്ടികളല്ലേ, ഇവന് ഭയങ്കര ദേഷ്യം മോന് ഉള്ളിൽ. വലിയ ചേച്ചിയുടെ മോനും കൂടെ കോൺവെൻറ്റില്ല, ഞങ്ങളെ മാത്രം കോൺവെൻറ്റ് വിട്ടില്ല. അത് കഷ്ടമായിപ്പോയി പിന്നീട് എനിക്ക് തോന്നി. പക്ഷെ അവിടെ പഠിച്ചാലും അവർ നല്ല ഉന്നത വിജയം നേടി നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്നു മുമ്പ് വരും. ഞാൻ പറഞ്ഞു വന്നത് അവൻ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പോയി. എന്നിട്ട് അവിടെ കിട്ടുന്ന പൈസ ഇവർ കൊടുക്കാനിട്ട് ആ 101 രൂപ കവറിലിട്ട് ഞാൻ സ്റ്റാഫ് റൂമിൽ അവനെ വരുത്തിയിട്ട് അവിടെ കൊടുത്തു. ഞാൻ അസംബ്ലിയിലൊക്കെ കൊടുക്കാറില്ല, ഇവർക്കൊക്കെ വലിയ പുച്ഛം. സ്റ്റാഫ് റൂമിൽ എൻ്റെ കൂടെ 2-3 ടീച്ചർമാരുണ്ട് നല്ല ഇതായിട്ടുള്ള ഇങ്ങനെയുള്ള കുട്ടികളോട് ഒരുപാട് സഹതാപമുള്ള. ഞാൻ അവന് കൊടുത്തു. പിന്നീട് അവനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞില്ല. അവൻ കോഴിക്കോടേക്ക് അപ്പം മടങ്ങി. അവനെ പിന്നീട് ആരോ ഒരാൾ അഡോപ്റ്റ് ചെയ്തു മീൻസ് അവൻ്റെ വിദ്യാഭ്യാസം ഏറ്റെടുത്തു. അങ്ങനെ അവൻ പിന്നെ ഒന്നും അറിഞ്ഞുകൊണ്ട് ഈ ഫോണും ഒന്നും ഇല്ലല്ലോ, അന്ന് ഫോണും സംഭവങ്ങളും ഒന്നും വന്നില്ലല്ലോ. അതുകൊണ്ട് അവനെക്കുറിച്ചുള്ള ഒരു വിവരം പിന്നെ എനിക്കുണ്ടായിട്ടില്ല. പിന്നീട് ഞാൻ ആ കുട്ടിയെ കാണുന്നത് ഇപ്പോഴാണ്. അവൻ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. വല്ലവർക്കൊക്കെ മനസ്സിലായോ എന്തോ. എന്നിട്ട് എൻ്റെ കല്യാണം വിളിക്കാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ കാക്കൽ കൊണ്ട് സാരിയല്ല സെറ്റ് സാരി ഒക്കെ കൊണ്ടുവന്ന് വെച്ച് തിരുമുൽ കാഴ്ചകൾ പിന്നെ തൃക്കാക്കൽ തിരുമുൽ കാഴ്ചകൾ വെച്ച് മറന്നു ലൈനുകളൊക്കെ അങ്ങനെ കാഴ്ച വയ്ക്കുമെന്ന് കവി പറയുന്നു പറഞ്ഞവന് അവൻ തിരുമുൽ കാഴ്ചയല്ല എനിക്ക് കാഴ്ചയൊക്കെ അവന് കൊണ്ട് വെച്ച് പിന്നെ അവർ പെട്ടെന്ന് പോകാനായിട്ട് ഒരുങ്ങിയതാണ്, തയ്യാറായതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങളിന്ന് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാകണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായി എന്ന് പറയാനില്ലെങ്കിലും നല്ല രീതിയിൽ സദ്യയൊക്കെ ഒരുക്കി ഊണൊക്കെ കൊടുത്ത് അന്ന് രജനി വന്നില്ല കേട്ടോ. എന്തോ ഒരു കാര്യം എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല, കുറേ ദിവസമായില്ല. പിന്നെ പറയാൻ പറ്റുന്ന ഈ വന്ന ലേഡി ഇല്ലേ, അവൻ്റെ ഭാര്യ, എന്ത് വലിയ പൊസിഷനിൽ ചെയ്യുന്ന കുട്ടിയാണെന്നറിയാം. ആ കുട്ടി അടുക്കളയിൽ കയറി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. ഈ കുട്ടിയെ ഇഷ്ടമുള്ളൊരു ടീച്ചറാണ്. പുള്ളിക്കാരത്തിയും വന്നു. പുള്ളിക്കാരത്തി നല്ല കുക്കാണ്, നന്നായിട്ട് ഭക്ഷണം വയ്ക്കും. അവളായിരുന്നു എന്നെക്കണ്ട് ഒരുപാട് ഇളയതാട്ടോ. അവളായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല, അവളായിരുന്നു ഭക്ഷണം ഒരുക്കിയത്. ഈ കുട്ടിയും അമ്മയും കയറി. ഞാൻ ഒരു കസേര അടുക്കളയിലുണ്ട്, അതിൽ ഞാൻ ഇരുന്നു. ടീച്ചർ അവിടെ ഇരുന്നോളും, ഒന്നും ചെയ്യണ്ട. അപ്പോൾ എന്ത് ചെയ്തു, അവർ ലേഡീസ് ചെയ്യട്ടെ, ഞാനും ലേഡി ആകട്ടോ അല്ലെന്നല്ല. അവൻ എന്നെ വിളിച്ചിട്ട് കാർന്നൂർ മാഷക്ക് വന്ന ആൾക്കാർ പോയിട്ടില്ല. അവർ എന്തോ വൈകുന്നേരം വരെയുള്ള എന്തോ ഒരു പുസ്തകം എഴുതിയതാണ് ഈ വന്ന ആൾ. അതിൻ്റെ എന്തോ ചർച്ചകളും
മാഷെ കൊണ്ട് അതിന് അവതാരിക എഴുതിക്കാൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ പിന്നെ ചർച്ചകളൊക്കെ നടക്കാം മുകളിൽ. അവർ 2 പേരായിരുന്നു, അവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ സ്റ്റുഡൻറ്റും കൂടെ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. ഭയങ്കര സന്തോഷമായി. അവരൊരു 4 മണി ആകുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ ചായയൊന്നും വേണ്ട ടീച്ചറെ. എന്നിട്ട് ഞാനിവിടെ ടോപ്പിംഗ് ടൗണിൽ നിന്ന് 1 ലിറ്റർ പായസം മേടിച്ച് പാലട അതുമൊക്കെ കൊടുത്ത് കുടിച്ച് പോയി. അതെനിക്ക് വലിയൊരു സന്തോഷമുണ്ടായ നിമിഷമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മൂത്ത മകൻ ജനിച്ചപ്പോൾ, എല്ലാ മക്കളും ജനിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ, എങ്കിലും മൂത്ത മകൻ ജനിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അന്നല്ലേ നമ്മൾ അമ്മയാകുന്നത്, അന്നല്ലേ നമ്മൾ അമ്മിഞ്ഞപ്പാലിൻ്റെ രുചി കുട്ടിക്ക് ആദ്യമായിട്ട് പകർന്നു കൊടുക്കുന്നത്, അന്നല്ല ആ മാതൃത്വത്തിൻ്റെ മഹിമ അന്നല്ലേ തുടങ്ങിയത്. അപ്പം അവർണ്ണനീയമായ മാറ്റങ്ങളൊക്കെ നമ്മളിലുണ്ടായത് ആദ്യത്തെ കുട്ടി ജനിക്കുമ്പോഴല്ലേ. അപ്പോൾ അങ്ങനെ അന്നുണ്ടായ സന്തോഷത്തിനേക്കാട്ടിൽ ഒരുപാട് സന്തോഷിച്ച് ഞാൻ ഈ ഒരു ദിവസം, ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കേണ്ട ഒരു സന്തോഷം, സംതൃപ്തി ഞാൻ ഒരു ദിവസം കൊണ്ട് അനുഭവിച്ച പോലെ എനിക്ക് തോന്നി. എൻ്റെ മുമ്പിലിരിക്കുന്ന വലിയ പ്രതിഭ, വലിയ പൊസിഷൻ, ആ വലിയ പ്രൊഫൈൽ എൻ്റെ സ്റ്റുഡൻ്റാണ് എന്നാലോചിച്ചപ്പോഴും അവൻ എന്നെ കാണാൻ വന്നതിലും, അവന് വേണേൽ ഒരു കാർഡ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ അവന് മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ അവനും ഭാര്യയ്ക്കും കൂടെ വന്നാൽ മതി, മോളെയും കൂടെ കൊണ്ടാവാം. എന്തൊരു വിനയാന്വിതമായ പെരുമാറ്റം. നമ്മൾ വിചാരിക്കും പൊസിഷൻ കൂടുന്തോറും ആളുകൾക്ക് തലക്കനം കൂടുമെന്ന്. വെറുതെയാണ്, ഒരുപാട് താഴേക്ക് വരും. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ പരം നമിക്കുന്നു വമ്പുവൽ. മറന്നുപോയി ലാസ്റ്റ് വരി, പരോപകാരി ഇതുതാൻ പ്രമാണം എന്ന് വെച്ചാൽ സമൃദ്ധിയിൽ സജ്ജനം ഊറ്റം കൊള്ളില്ല. മരങ്ങളൊക്കെ താണു വരും, കൊമ്പുകൾ താഴും ഫലങ്ങൾ നിറയുമ്പോൾ. ആകാശം താഴേക്ക് വരും കാർമേഘം നിറയുമ്പോൾ, മഴ പെയ്യാൻ വേണ്ടി. അങ്ങനെ സമൃദ്ധിയിൽ നെൽക്കതിരുകൾ നേരെ സ്റ്റഡിയായിട്ട് നിൽക്കുന്ന നെൽപ്പൂക്കൾ കതിരായി കഴിയുമ്പോൾ തലകുനിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം നമുക്ക് മാർഗദർശികളാണ്, നമ്മെ കാട്ടിത്തരുകയാണ്. മാഹാത്മ്യം, മഹിമ. ജീവിതത്തിൽ നമ്മൾ ഇവരെയൊക്കെ കണ്ട് പഠിക്കേണ്ടതാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഒരുപാട് പേര്. അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു മഹത് വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഞാൻ ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പിന്നീട് നിങ്ങളോട് പറയാം. എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരു ലേഡിയെ മറുനാടൻ ഒരു ഇൻ്റർവ്യൂ ചെയ്തു. മറുനാടൻ ആയിരുന്നു എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. ഞാനൊക്കെ വിചാരിച്ചിരിക്കുന്ന അവർ വലിയ പൊസിഷൻ്റെ വലിയ ഇതായിട്ടിരിക്കുകയാണ്, പവർഫുൾ ലേഡി ആയിരിക്കും. പവർഫുള്ളൊക്കെയാണ്, പക്ഷേ വിനയാന്വിതമായ പവർഫുൾ. പിന്നെ അവർ വലിയ പൈസക്കാരൻ്റെ അതിൻ്റേതായ ഒരു ഈഗോയും ഗമയൊക്കെ അവർക്കുണ്ടായിരിക്കും. ആഡംബരക്കാരായിരിക്കും, ആഡംബര പ്രകൃതമായിരിക്കും. മറ്റുള്ളവരെ ഒന്നും അവർ പരിഗണിക്കില്ല, മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന അവരെക്കുറിച്ച് വലിയൊരു ഇതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്, അവരെ പോലുള്ള ആളുകളെയൊക്കെ. പക്ഷേ അവരുമായിട്ടുള്ള ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഇൻ്റർവ്യൂ 3-4 ഭാഗമായിട്ടായിരുന്നു അവതരിപ്പിച്ചത്. അത് മുഴുവനും ഞാൻ 2-3 പ്രാവശ്യം യൂട്യൂബിൽ നോക്കി കണ്ടു. എനിക്ക് എന്തൊരു മതിപ്പാ ലേഡിയെക്കുറിച്ചുണ്ടായ അറിയാം. ഞാൻ ഇന്ന് എനിക്കുണ്ടായ ഈ വളരെ സന്തോഷകരമായ എൻ്റെ പിന്നെ അവസ്ഥ, സന്തോഷകരമായ കാര്യം, എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിട്ടെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണില്ലേ ഇത്? ആ പൂർവ്വ വിദ്യാർത്ഥി കോഴിക്കോട് നിന്നെ കാണാൻ വന്നതും അവൻ വന്ന രീതിയും വന്ന കാര്യവും പഴയതൊന്നും അവൻ മറന്നിട്ടില്ല, ഒരു വരി പോലും അവൻ മറന്നിട്ടില്ല. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു പോയി, അതൊന്നും അവൻ മറന്നിട്ടില്ല. അന്നത്തെ അതെല്ലാം ചില കുട്ടികളുണ്ട്, പല കുട്ടികൾക്കും നമ്മളാവുന്നതിൻ്റെ അനുസരിച്ച് ഞാനും മാഷും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പിന്നെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട്.
അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒരു പൊസിഷനിലെത്തി കഴിയുമ്പോൾ നമ്മളെ കണ്ട മൈൻഡ് ചെയ്യാതെ സ്ഥലം വിടും. എന്താണെന്നറിയാം, നമ്മുടെ ആനുകൂല്യങ്ങൾ പറ്റിയതിൻ്റെ ഒരു ഈഗോ അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഈഗോയാണ് അവനത്. ഞാൻ അങ്ങനെ ആശ്രയിച്ചല്ലേ, ആ ടീച്ചറെ ആശ്രയിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവരെ കാണുമ്പോൾ മാറുകയാണ്. ചില കുട്ടികളുണ്ട് ഓടി വരും, എന്നിട്ട് ഭാര്യയോട് അല്ലെ കൂടെ ആരാച്ച അവരോട് പറയും, നമുക്ക് ടീച്ചർ അല്ലെ മാഷ് അല്ലെ ഇന്നാരെ നമ്മളല്ലേ വേറെ ആൾക്കാർ എന്തൊക്കെ എനിക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാമോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത്, അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ നിലയിലൊക്കെ എത്തിയത് എന്നൊക്കെ പറയും. നമ്മളെ ഒരിക്കലെങ്കിലും സഹായിച്ചിട്ടുള്ളവരെ നമ്മൾ ജീവിതകാലം മുഴുവനും ഓർത്തിരിക്കണം, മറക്കരുത്. അവിടെയാണ് നമുക്ക് ഗുരുത്വമുണ്ടാകുക, മേന്മയുണ്ടാകുക, ഈശ്വര കടാക്ഷം ഉണ്ടാകുക. നമ്മെ സഹായിച്ചവരെ, നമ്മളെ സംരക്ഷിച്ചവരെ, നമ്മളെ സ്നേഹിച്ചവരെ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. അവർക്ക് നമ്മൾ വേണ്ട പരിഗണന കൊടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ടോപ്പിക്ക് നീണ്ടുപോയി എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഒരുപാടങ്ങ് സന്തോഷം കൊണ്ട് ഞാൻ വാചാലയായിപ്പോയി കേട്ടോ. എല്ലാവരും എന്നോട് ഇത്രയും നേരം കേട്ടിരുന്നതിന് ഉള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. നിങ്ങളിതൊക്കെ കേട്ടിരിക്കുന്നതിൽ എനിക്ക് നിങ്ങളോട് ഒരുപാട് കടപ്പാടുണ്ട്. ഇത്രയും നേരം നിങ്ങൾ എന്നെ ശ്രവിച്ചപ്പോൾ, എനിക്കിത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാനസികമായി എന്തുമാത്രം ഒരു ഉന്മേഷം ഉണ്ടായെന്ന് കുട്ടികളെ നിങ്ങൾക്കറിയുമോ? എൻ്റെ കുട്ടികൾ ഒരുപാട് സ്ഥലത്തിരുന്ന് എൻ്റെ വീഡിയോകൾ കാണുന്നുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. അതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരെ നിങ്ങൾ ഏത് പൊസിഷനിലിരുന്നാലും മറക്കരുത്. ആനുകൂല്യങ്ങൾ ആരിൽ നിന്നും ലഭിച്ചോ അവരെ കാണുമ്പോൾ നിങ്ങൾ മുഖം തിരിഞ്ഞ് പോകരുത്. ചിലർക്ക് അതൊരു അഭിമാന പ്രശ്നമായിരിക്കാം. എന്തിനാ അഭിമാന പ്രശ്നം? അവരോട് തിരിച്ച് നമ്മൾ ആ സ്നേഹവും കടമയും കാണിക്കുന്നതിലാണ് അഭിമാനം, അല്ലേ? അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് സരസ്വതി സർ ഇന്നത്തെ ഈ എൻ്റെ സംഭാഷണം, നിങ്ങളുമായിട്ടുള്ള എൻ്റെ സംഭാഷണം, നിങ്ങളോട് ഞാൻ എൻ്റെ ഈ തുറന്നു പറച്ചിൽ ഞാനിവിടെ താൽക്കാലികമായി വിരാമം ഇടുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ, താൽക്കാലികം. ഇതുപോലെ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയും. എൻ്റെ കാരണവർ മാഷ് ഇന്നിവിടെ കിണർ തേകാൻ ആൾ വരുന്നു എന്ന് പറഞ്ഞു. അതിന് അവനെ കണ്ടില്ല, റോഡിലേക്ക് പോയിരിക്കുക. പാവമാണ്, കുറച്ച് ഗാംഭീര്യമൊക്കെ കാണിക്കും. കാരണവന്മാരെന്ന് പറഞ്ഞാൽ നായേഴ്സിലെ ഏറ്റവും മുന്തിയ ആൾക്കാരവരെന്നൊക്കെ അത് പറയുന്നത്. എന്ത് ജാതി മതമല്ലേ, തോലുവിളിച്ചാൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ കാരണവ കുടുംബത്തിൽ ജനിച്ചതിന് കുറച്ച് ശൗര്യമുണ്ട് എന്നുള്ള പാവം ശുദ്ധനാണ്. ഒരുപാട് പേർക്ക് സഹായം ചെയ്യും, സഹായം മനസ്സിൽ കൊണ്ട് നല്ലൊരു സാഹിത്യകാരനാണ്, വിമർശകനാണ്. ഒരുപാട് പുസ്തകങ്ങൾ കാമലാരി എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊന്ന് കാരണവർ മാഷ് വിജയമാഷയുടെ ഒരു പുസ്തകം 10-18 കൊല്ലം മുമ്പേ ബാലസാഹിത്യ രീതിയിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിട്ടുണ്ട്. ഉള്ളൂരിനെ കുറിച്ചുള്ളൊരു പരാമർശമുള്ള ഉള്ളൂർ കവിതകളുടെ ഒരു നിരൂപണങ്ങളും കാര്യങ്ങളൊക്കെയാണത്. പിന്നെ അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അധികം തലയെടുപ്പ് വരാത്തത്, ഇവിടെ ഒരു സിംഹം ഇരിക്കുമ്പോൾ എല്ലാ തരത്തിലും കഴിവിലും എല്ലാം. അപ്പോൾ ഞാനധികം ശോഭിക്കില്ല, കാരണം ഒരു മാസം മുമ്പ് ഞാൻ ഒന്നുമല്ല, അതുകൊണ്ട് ഞാനധികം ശോഭിക്കില്ല. അസുഖമൊക്കെ വന്നാലേ എന്നെ എങ്ങനെ പരിഗണിക്കുന്നറിയാം. അല്ലാത്തവർക്ക് ദേഷ്യപ്പെടും, ദേഷ്യമുണ്ട്, നല്ല ദേഷ്യമാണ്. പക്ഷെങ്കിൽ സഹജീവികളോട് ഭയങ്കര കാരുണ്യം കനുവുമാണ് മാഷക്ക്. എനിക്ക് വയ്യാതെ വന്നാണ്ടല്ലോ എന്തൊരു പരിഗണനയെ ശുശ്രൂഷയും ഒക്കെയാണ്. എനിക്ക് മാഷെ പോലും ശുശ്രൂഷിക്കാനൊന്നും അറിയില്ല കേട്ടോ. മാഷ് എന്നെ നല്ല ആരെയും വയ്യാത്തവരെ ശുശ്രൂഷിക്കും. എൻ്റെ മൂത്ത മോൻ്റെ സ്വഭാവം അതാണ്, ആര് വീണ് കിടന്നാലും അവരെ സഹായിക്കും. അപ്പോൾ പിന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്നെ മാഷ് നോക്കുന്നതിൽ അല്പം നല്ലോണം ശ്രദ്ധിക്കും. ഈ ഇടയ്ക്കൊക്കെ എനിക്ക് വയ്യാതെ വന്നപ്പോൾ മാഷ് ഒരുപാട് വിഷമിച്ചു പോയി, ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവുമെന്ന്. അതൊന്നുമില്ല, ഞാൻ എൻ്റെ മാഷെ കൂടെ കാണും എപ്പോഴും, അല്ലേ? അതൊക്കെ നമ്മുടെ ഒരു തോന്നലല്ലേ. ഭഗവാൻ കരിയുന്നിടം വരെ നമുക്ക് ഈ ഭൂമി ഉണ്ടാകും നമ്മളെല്ലാവരും. ആരെപ്പോൾ പോകുന്നുവെന്ന് ആർക്കും അറിയില്ലല്ലോ, അല്ലേ? അപ്പോൾ മാഷ് എത്തിയും തോന്നേ. ശബ്ദം കേട്ടില്ലേ? ഘനഗംഭീരമാണ് ശബ്ദം. പ്രസംഗിക്കുമ്പോൾ സ്റ്റേജിനെയൊക്കെ ഇളക്കി മറിക്കും.
അത്ര നല്ല പ്രസംഗകന് വാഗ്മിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ നിങ്ങളുമായിട്ടുള്ള ഈ എന്തുവാ പറയുക, സംവാദം എന്നൊന്നും ഇതിന് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങളുമായിട്ടുള്ള ഈ സംസാരം ഞാനിവിടെ താൽക്കാലികമായിട്ട് വിരാമമിടുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സരസ്വതി ടീച്ചർ. എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്.